നുബുവത്തിൽ അനന്തരാണ്. അപ്പൊ പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്? അത് വലിയൊരു പ്രശ്നമാണ്. അത് തീരുമാനമായ ഒക്കെ തീരുമാനമായി. അപ്പം ഇനിയിപ്പോൾ കഴിച്ചു കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ എന്താ കാട്ടുക? ഇനിയിപ്പോൾ എന്താ ഇപ്പം തീരുമാനമാക്കുക തന്നെയല്ല. അപ്പം എന്താ ചെയ്യണം? ഇനിയിപ്പോൾ ഒന്നുകൂടി കഴിക്കാൻ ഏതായാലും നിർവാഹമില്ല. തീരുമാനപ്പെണ്ട ആൾക്കെന്നെ എന്തിനായിരുന്നു കഴിച്ചത് തീരുമാനിക്കുക. എന്തിനാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയല്ലാതെ എൻ്റെ ഭാര്യയുമായി ഇണ ചേർന്നിട്ടില്ല. ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഒരുപാട് വർത്താനം പറഞ്ഞു. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട വർത്താനം. ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു തൻ്റെ കിതാബ് ശിഫയുടെ ആദ്യ ഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുറേ വർത്താനം പറയുന്നുണ്ട്. ഒരിക്കൽ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, എൻ്റെ വാപ്പ ഖത്താബ് മുസ്ലിം ആകുന്നതിനേക്കാൾ നിങ്ങളെ അളാപ്പ അബൂ ത്വാലിബ് മുസ്ലിം ആകുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. നബി തങ്ങൾ ചോദിച്ചു, അല്ല ഉമറേ, എൻ്റെ വാപ്പ മുസ്ലിം ആകുന്നതിനേക്കാൾ എൻ്റെ അളാപ്പ മുസ്ലിമാണത് എങ്ങനെ എനിക്ക് ഇഷ്ടം ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതല്ല നിങ്ങൾക്ക് നല്ല ഇഷ്ടം ഉണ്ടാകുക എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു, എന്നാൽ അതന്നെ എനിക്കും ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിക്ക് വേണ്ടിയല്ലാതെ എൻ്റെ ഭാര്യയുമായി ഇണ ചേർന്നിട്ടില്ല എന്ന് എന്തേ പറഞ്ഞു? എന്തേ പറഞ്ഞത്? 120 വരികൾ നാളെ സ്വർഗത്തിലേക്ക് വരി നിൽക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ 90 വരികളും എൻ്റെ ഉമ്മത്തായിരിക്കും. ഇന്നി മുകാസിറും ബിക്കും അൽ ഉമമൽ മാദിയ, കഴിഞ്ഞുപോയ ഉമ്മത്തുകൾക്കിടയിൽ നിങ്ങളുടെ പെരുപ്പം കണ്ട് ഞാൻ അഭിമാനം പറയുന്നതാണെന്ന് മുഹമ്മദ് നബി. നാളെ സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി 120 വരികൾ വരി നിൽക്കുമ്പോൾ 90 വരികൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്താകുമ്പോ, അല്ലാഹുവേ, ആ വരിയിൽ നിർത്താൻ എനിക്കൊരു കുട്ടിയെ തരണേ എന്ന നീയത്തിലാണ്. കുട്ടിയും വേണ്ടത്, കല്യാണവും വേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വർധനവിന് വേണ്ടി ഒരാൾ വിവാഹം കഴിച്ചാൽ അവന്റെ കുടുംബജീവിതം സന്തോഷമാകും. നിയത്ത് തെറ്റിയൊക്കെ തെറ്റും. നിയത്ത് തെറ്റിയൊക്കെ തെറ്റി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വർധനവിനാണ് നമ്മൾ കല്യാണം കഴിച്ചിട്ടുള്ളത്, വേറെ ഒന്നിനുമല്ല. ബാക്കിയൊക്കെ അതിന്റെ കൂടെ ഉണ്ടായിക്കോളും. മക്കൾ സ്വാലിഹാവലൊക്കെ അതിന്റെ ഒപ്പം ഉണ്ടാവും. ശൈത്താനെ തൊട്ട് കാവലാവലൊക്കെ അതിന്റെ ഒപ്പം ഉണ്ടാവും. നമ്മളെ നോക്കലും നോക്കാതിരിക്കലും ഒക്കെ അജ്ജിനും ഉണ്ടാവലും ഒക്കെ അതിന്റെ കൂടെ ഉണ്ടായിക്കോളും. അതൊന്നും വേണ്ട. മുഹമ്മദ് നബിയുടെ ഉമ്മത്തായി നാളെ സ്വർഗത്തേക്ക് വരിക്കുമ്പോൾ ആ വരിയിൽ ഇങ്ങനെ നിൽക്കണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 8 കുട്ടികൾ. അതിനെ നമുക്ക് മക്കള്. അതിനാണ് ഈ ഒരു നീയത്തിൽ ഒരു മനുഷ്യന് എത്തിച്ചേർന്നാൻ പറ്റിയാൽ അവന്റെ കുടുംബജീവിതം റാഹത്തായി. ഈ ജീവിതം ഇവിടേക്കുള്ളതല്ല, ഇത് സ്വർഗത്തിലേക്കുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. ഇടങ്ങേറും വിഷമമൊക്കെ കുറഞ്ഞ കാലത്തേക്ക് മാത്രമാണ്. സന്തോഷകരമായ ജീവിതം ഇവിടെ എത്ര നമ്മൾ ഇടങ്ങേറാവുണ്ടോ അത്രത്തോളം സുഖം അനുഭവിക്കാണ്ട്. ഹും അവർ അസ്വാജും, അവരുടെ ഇണകളും, ഫീ ദിലാലിൻ, നിഴലിൽ, മരത്തിന്റെ ചോട്ടില്, അലൽ അറായിക്ക്, കട്ടിലുമേ, മുത്തക്കിയുന, ചെരിഞ്ഞിരിക്കുകയാണ്. ലഹും, അവർക്കുണ്ട്, ഫീഹ, അതിൽ, ഫാക്കിയത്തുൻ, പഴങ്ങളുണ്ട്, വലഹുമായ ദൗൻ, അവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിൽ ഓരോ വാക്കും പറയേണ്ടതാണ്. ശരിക്ക് നല്ല മനോഹരമായ ഒരു പാർക്കിൽ ചെന്നതുപോലെയുള്ള അവതരണമാണ്. ഒരു പാർക്കിൽ നമ്മളിങ്ങനെ ചെന്ന് നോക്കിയാൽ പാർക്കിൽ കുറേ മരങ്ങൾ ഉണ്ടാവും. ആ മരത്തിൻ്റെ താഴ്ഭാഗത്തൊക്കെ ചാരിയിരിക്കാൻ പറ്റുന്ന കുറേ കട്ടിലുകൾ ഉണ്ടാവും. കട്ടിലും എങ്ങനെ ആണും പെണ്ണും ആയിട്ട് കുറേ ജോഡികൾ ഉണ്ടാവും. ഹും വാസുവാജും, കയ്യിൽ ഐസ്ക്രീം ഉണ്ടാവും. ഐസ്ക്രീം കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഓരോ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ശരിക്കും അങ്ങനെ തന്നെയാണ് ഈ ആയത്ത് പോണത്. ഹും, അവർ വാസുവാജും, അവരുടെ ഇണകളും, ഫീ ദിലാലിൻ, മരത്തിന്റെ ചോട്ടില്, അലൽ അറായിക്ക്, കട്ടിലുമേ, മുത്തക്കിയുന, ചാരിയിരിക്കുകയാണ്. ലഹും, അവർക്കുണ്ട്, ഫീഹ, അതിൽ, ഫാക്കിയത്തുൻ, ഐസ്ക്രീം, വലഹുമ്മ യദ്ദൗൻ, അത് കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ചെയ്യുന്ന ഓരോ സാധനങ്ങളും. ശരിക്കും മനോഹരം. പക്ഷെ ദുന്യാവിലെ ഏത് പാർക്ക് ചെന്നാലും മൂത്രയിക്കാൻ മുട്ടിയാൽ പുറത്തേക്ക് പോകേണ്ടിയിരുന്നു മാത്രം. സ്വർഗത്തിലെ പാർക്കിൽ മൂത്രയിക്കാനും പുറത്തേക്ക് വേണ്ട. നിരന്തരം മണിയറ, എപ്പോഴും മണിയറയിലെ കട്ടിലിരിക്കുന്നു, എപ്പോഴും സുഖം അനുഭവിക്കുന്നു. സ്വർഗത്തിലെ ഏറ്റവും ദർജ കുറഞ്ഞ ഒരാളെ യാത്ര ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയാൽ 1,00,000 ഹാദിമുകൾ അവൻ അനുഗമിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ദർജ കുറഞ്ഞ ആൾ. ഓന് തോന്നും ഈ സ്വർഗത്തിൽ എല്ലതും കിട്ടിയത് ഒരാളെന്നെ ഉള്ളൂ, അത് ഞാനാണെന്ന് തോന്നും. ഓരോരുത്തർക്കും അങ്ങനെ തോന്നാം. ഇവിടെ മുഴുവൻ കിട്ടിയ ആള് ഒരാളുള്ളത് ഞാൻ. അള്ളാഹു നമ്മളെ വിധി എടുക്കട്ടെ. നമ്മളെ കുടുംബത്തെയും അള്ളാഹു സ്വർഗത്തിൽ ചേർത്ത് തരട്ടെ. സ്വർഗം ആഗ്രഹിക്കുമ്പോൾ മാക്സിമം ആഗ്രഹിക്കണം, മിനിമം ആഗ്രഹിക്കരുത് എന്നാണ്.
നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് ചോദിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു തആലയോട് ഒരു കാര്യം ചോദിക്കുമ്പോഴേ പടച്ചോനെ തട്ടിമുട്ടി ഇങ്ങനെ സ്വർഗത്തിന്റെ വാതിലിന്റെ മുക്കിലൊരു സ്ഥലം തരണേന്നൊന്നും പറയാൻ പറ്റില്ല. അത് ജുമക്ക് പള്ളിയേക്ക് ജുമക്ക് എന്നാൽ ആ വാതിലിന്റെ മുക്കിൽ. സ്വർഗത്തിൽ അങ്ങനെ വാതിലിന്റെ മുക്കിലൊന്നും പറ്റൂല. പടച്ചോനെ സ്വർഗത്തിലെ ഫിർദൗസ് തന്നെ തരണേ എന്നാണ് ദ്വാരക്കേണ്ടത്. ഫിർദൗസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് 100 ദർജയാണ്. അതിൽ ഏറ്റവും മഹത്തായ ദർജയുടെ പേരാണ് ഫിർദൗസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വർഗം ചോദിക്കുമ്പോൾ പടച്ചോനോട് മാക്സിമം ചോദിക്കണം, പടച്ചോനെ എനിക്ക് ധാരാളം സ്വതക്ക കൊടുക്കാൻ അവസരം തരണേ, ഒരുപാട് സക്കാത്ത് കൊടുക്കാൻ സമയം തരണം, അങ്ങനെ ഒരുപാട് ആയുസ് തരണേ, ഇങ്ങനെ മിനിമം തട്ടിമുട്ടി ഇങ്ങനെ കഴിച്ചിലാക്കി തരണേ എന്നൊന്നും പടച്ചോനോട് പറയാൻ പറ്റില്ല. ഇഷ്ടംപോലെ തരാണ്ടല്ല, പിന്നെന്തിനാ നമ്മളിങ്ങനെ രഹസ്യം ചോദിക്കണേ? അതിൻ്റെ ഒരു ആവശ്യമില്ല. അതുകൊണ്ട് മാക്സിമം ചോദിക്കണം. അള്ളാഹു നമ്മളെല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. അതുകൊണ്ട് ഈ കുടുംബജീവിതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ളതാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയെ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇങ്ങനെ ഇരുന്ന് കളിച്ചാൽ കൂലിട്ട് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ചോറ് ഇങ്ങനെ ഉരുളുരുട്ടിയിട്ട് നിന്റെ ഭാര്യയുടെ വായയിലേക്ക് അതിങ്ങനെ വെച്ചു കൊടുത്താൽ അതിനും അള്ളാഹു നിനക്ക് കൂലി നൽകുന്നതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വൈകാരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ അവരുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഭാര്യയും ഭർത്താവും തമ്മിൽ ജിമായി ചെയ്യുമ്പോൾ ദോഷം പൊറുക്കപ്പെടുന്ന എന്തൊരു രസമാണിത്. ഇടക്കിടക്ക് ദോഷം അങ്ങനെ പൊറുപ്പിച്ചാൽ പോരെ? നല്ല കുടുംബജീവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര. പക്ഷെ നമ്മൾ ഇവിടുത്തെ താൽക്കാലികമായ കാര്യത്തിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമായി തോന്നും. ഇത് സ്വർഗത്തിൽ ദർജ ഉയരാനുള്ള പരിപാടിയാണ്. എന്നും നമുക്ക് ദർജ ഇങ്ങനെ കൂട്ടിയപ്പോൾ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് ആഴ്ചയിൽ 2 ദിവസം ദർജ കൂട്ടാനാണ്. വേണ്ട, നമുക്ക് അയിമൊന്നും വിടാം. സ്വർഗത്തിൽ ദർജ കൂട്ടണ എന്താ നീയത്ത് നേരായാൽ മതി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വർധനവാണ് ലക്ഷ്യാക്കേണ്ടത്. ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഈ ക്ലാസ് അവസാനിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞാൽ അത് അവസാനിക്കും. എന്താ? അള്ളാന്റെ ദുനിയാവിൽ 20 ദശലക്ഷം ഇനം ജന്തുക്കളുണ്ട്. 20 ദശലക്ഷം ജന്തുക്കളല്ല, 20 ദശലക്ഷം ഇനം ജന്തുക്കളുണ്ട്. അതിൽ മനുഷ്യനെന്ന ഇരിക്കാലി ജന്തു മാത്രമേ കുട്ടികളുണ്ടാവരുതേ എന്ന് കരുതി ഇണചേരാറുള്ളൂ. ബാക്കിയുള്ള എല്ലാ ജീവികളും സന്താനമുണ്ടാവണം എന്ന് കരുതി മാത്രമേ ഇണചേരാറുള്ളൂ എന്നതാണ്. ഇതൊരു സത്യമാണ്. ഇത് മനുഷ്യനല്ലാത്ത എല്ലാ ജീവിയെ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ ജീവിയെ നോക്കിയാലും മനസ്സിലാക്കും. ഇപ്പൊ നായ്ക്കൾ ഇണചേരുക കന്നിമാസത്തിലാണ്. കാരണം ആ മാസത്തിലെ പട്ടി ഗർഭിണിയാവുള്ളൂ. ഇങ്ങനെ ഓരോ ജീവികളെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും. എന്നാൽ മക്കളുണ്ടാവരുതേ എന്ന് കരുതി ഇണചേരുന്ന ഏക ജീവി ഇരിക്കാലി ജീവിയാണ്. അതുകൊണ്ട് മക്കളുണ്ടാവുക എന്ന ലക്ഷ്യത്തിൽ ഇണചേരുമ്പോഴാണ് ഭാര്യ ഭർത്തൃ ജീവിതം സന്തോഷകരമാകുന്നത്. ആ ലക്ഷ്യത്തിൽ നിന്ന് എപ്പോൾ തെറ്റിയാലും കുടുംബജീവിതം പ്രശ്നമായിരിക്കും. കുടുംബജീവിതം പ്രശ്നമാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. ലൈംഗികമായ ജീവിതം സംതൃപ്തമാവാതെ, ലൈംഗിക ജീവിതം സക്സസ് ആവാതെ കുടുംബജീവിതം സന്തോഷം എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥമില്ല. പെരക്ക് 4 തട്ടുണ്ടായിട്ട് എന്താ കാര്യം? സംഗതി നടക്കണ്ടേ? അതുകൊണ്ട് അതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മൃഗങ്ങളിൽ നിന്നും ചിലത് നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. മൃഗങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട്. നായ്ക്കളിൽ നിന്ന് പഠിക്കേണ്ടതാണ് നന്ദി എന്ന് പറഞ്ഞ സാധനം. നായിൻ്റെ ഇരുന്ന് പഠിക്കണം നന്ദി. നമ്മളെ പേരൻ്റെ ഗേറ്റ് അടച്ചു, നായ്ക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കാൻ മറന്നുകാണ്ട് പോയി. 8 ദിവസം കഴിഞ്ഞിട്ട് വന്നാലും നായി മതിൽ ചാടി പോയിട്ടുണ്ടാവില്ല. മൂപ്പര് പട്ടിണിയും സഹിച്ച് അവിടെ ഉണ്ടാവും. എന്നിട്ട് യജമാനം വരുന്ന സമയത്ത് 8 ദിവസം മുമ്പ് കൊടുത്ത ഭക്ഷണത്തിന് വേണ്ടി വാലാട്ടി കാണിച്ചു തരും. നായോളം നന്ദിയുള്ളൊരു സാധനം വേറല്ല. അത് നായ്ക്കളിരുന്ന് പഠിക്കാനുള്ളതാണ്. അങ്ങനെ പൂച്ചയിൽ നിന്നും കുറേ പഠിക്കാണ്ട്. പൂച്ചനെ നമ്മളൊരു ചാക്കിലിട്ടാണ്ട് എവിടെയെങ്കിലും കുറേ ദൂരം കൊണ്ടുപോയിട്ടാൽ അത് ഇങ്ങനെ വന്നുകാണ്ട് വല്ല തെരഞ്ഞു പിടിച്ച് നമ്മളടുത്ത് തന്നെ വന്നിട്ട് ഞാവൂന്ന് പറയും. ഞാൻ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. സമ്മതം ചോദിച്ചിട്ടേ താമസിക്കുള്ളൂ എന്നത് പൂച്ചയുടെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ ഓരോ ജീവികളിൽ നിന്നും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട്. എല്ലാ ജീവികളിൽ നിന്നും പഠിക്കാനുള്ള പാഠമാണ് ലൈംഗിക ജീവിതം എന്ന് പറയുന്നത്. ഒരബദ്ധം നമുക്ക് പറ്റിയത്, മക്കൾ മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ് കുടുംബജീവിതവും ലൈംഗിക ജീവിതവും പഠിക്കേണ്ടത്. മൂത്ത കുട്ടിക്ക് 5 വയസ്സായി. അപ്പോൾ ചെറിയ കുട്ടി ഉണ്ടായി. ഉമ്മ ഇങ്ങനെ ആശുപത്രിയിൽ നിന്ന് കുട്ടിനേറ്റ് വന്നിട്ട് ഇങ്ങനെ കട്ടിലുമ്പോൾ കിടക്കുകയാണ്.
ആരുമില്ലാത്ത സമയം നോക്കിയിട്ട് മൂത്ത കുട്ടി വന്നിട്ട് ഉമ്മാട് ചോദിക്കും, ഉമ്മ നമ്മളെ കുഞ്ഞുവാവാനെ എവിടുന്ന് കിട്ടിയതാണ് എന്ന് ചോദിച്ചപ്പോൾ അത് ഉമ്മക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞില്ലേ. ശരിക്കും ആ കുട്ടി അപ്പോൾ ചോദിച്ചത് ലൈംഗിക വിദ്യാഭ്യാസമായിരുന്നു എന്ന് തിരിച്ചറിയാനുള്ളൊരു മൂണ പോലും നമുക്കുണ്ടായില്ല എന്നതൊരു പരാജയമാണ്. ആ കുട്ടിക്ക് അപ്പോൾ അത് മനോഹരമായി വിശദീകരിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. മാതാപിതാക്കളിൽ നിന്നാണ് കുട്ടികൾ കുടുംബജീവിതം, ലൈംഗിക വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടത്. അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട സമയത്ത് നമ്മളത് ചെയ്യാതിരിക്കുന്നു എന്നത് നമ്മിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അബദ്ധമാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ വർധനവിനെ നമ്മൾ കുടുംബജീവിതം കൊണ്ട് ലക്ഷ്യമാക്കുക. അവിടം മുതൽ തന്നെ കുടുംബജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാകുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു